നമുക്ക് തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലേക്കൊന്ന് പോകാം. വിതുര ജംഗ്ഷനിൽ നിന്ന് ഏതാണ്ട് 18 കിലോമീറ്റർ കാട്ടിലൂടെ യാത്ര ചെയ്താൽ ബോണക്കാട് എസ്റ്റേറ്റിലെത്തും. ഒരു കാലത്ത് സജീവമായിരുന്ന തേയിലത്തോട്ടം ഉണ്ടായിരുന്നു അവിടെ. അത് പൂട്ടിയതോടെ ഇന്ന് അവിടെ അവശേഷിക്കുന്നത് വെറും 150-200 കുടുംബങ്ങൾ മാത്രമാണ്. വലിയൊരു പങ്കും പ്രായമായ തോട്ടം തൊഴിലാളികളും ആദിവാസി വിഭാഗങ്ങളൊക്കെയാണ് അവിടെയുള്ളത്. ഈ 18 കിലോമീറ്റർ മലയോര പാതയിലൂടെ ഒരു സ്വകാര്യ ബസ് പോലും ഓടില്ല. കാരണം വ്യക്തമാണ്. എന്താ, അത്രയും കുറഞ്ഞ ആളുകളെയും വെച്ച് സർവീസ് നടത്തിയാൽ അത് വളരെ നഷ്ടമായിരിക്കും, യാതൊരു സംശയമില്ല. പക്ഷെ അവിടെയാണ് ദിവസവും 3-4 തവണ നമ്മുടെ KSRTCയുടെ ചുവന്ന ബസ് ഹോൺ അടിച്ച് കടന്നു വരുന്നത്. അവിടെയുള്ള അമ്മമാർക്ക്, പെങ്ങന്മാർക്ക് ആശുപത്രിയിൽ പോകാനും കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും പുറം ലോകവുമായുള്ള ഒരേ ഒരു ബന്ധം ഈ KSRTC ബസ്സാണ്. ഇതുപോലെ പല റൂട്ടുകളുമുണ്ട്. പാലക്കാട് പറമ്പിക്കുളം റൂട്ട്, കണ്ണൂർ കുടിയാൻമല ചെറുപുഴ റൂട്ട്, അതുപോലെ കൊല്ലം, ഇടുക്കി, വയനാട് തുടങ്ങി കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഇതുപോലുള്ള ഉൾനാടൻ ഗ്രാമങ്ങളിൽ KSRTC ബസ്സുകൾ ഓടുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന നമ്മുടെ കേരളത്തിന്റെ ധനസ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം, 5 ലക്ഷം കോടിയുടെ കടം, ട്രഷറി പ്രതിസന്ധി, KSRTC വരുത്തിവെച്ച 19,821 കോടിയുടെ സഞ്ചിത നഷ്ടം, KWAയുടെ നഷ്ടം, KSEBയുടെ നഷ്ടം, കണക്കുകൾ കേട്ടാൽ ആരും ഞെട്ടും. ഏതൊരു സാധാരണക്കാരനും തോന്നും ഈ നഷ്ടം വരുത്തി വെക്കുന്ന സ്ഥാപനങ്ങളൊക്കെ പൂട്ടി അങ്ങ് സ്വകാര്യവൽക്കരിച്ചുകൂടെ എന്ന്. പക്ഷേ വെറും ലാഭനഷ്ട കണക്കുകൾക്കപ്പുറം ഈ സ്ഥാപനങ്ങൾ പൊതുമേഖലയിൽ നിലനിൽക്കേണ്ടവയാണ്, നമ്മൾ ജീവിക്കുന്ന ഈ നാടിന്റെ ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് കണക്കുകളിലേക്കൊന്ന് പോയി നോക്കി വരാം. ഈ ബോണക്കാട് റൂട്ടിൽ ബസ് ഓടിക്കുമ്പോൾ ഡീസൽ ചെലവ്, ഡ്രൈവറുടെ, കണ്ടക്ടറുടെ ഒക്കെ ശമ്പളം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടി നോക്കിയാൽ KSRTCക്ക് കനത്ത നഷ്ടമാണ്, യാതൊരു സംശയമില്ല. ഒരു ബിസിനസ് എന്ന നിലയിൽ ഇത് വൻ പരാജയമാണ്. പക്ഷേ ഒരു ജനക്ഷേമ സംസ്ഥാനത്ത്, ഞാൻ ഊന്നി പറയുന്നു, ഒരു ജനക്ഷേമ സംസ്ഥാനത്ത് സർക്കാർ ചെയ്യുന്നത് ബിസിനസ് അല്ല, ജനസേവനമാണ്. കുടിവെള്ളം നൽകുന്ന വാട്ടർ അതോറിറ്റിയും വൈദ്യുതി നൽകുന്ന KSEBയും യാത്രാ സൗകര്യം ഒരുക്കുന്ന KSRTCയും ലാഭമുണ്ടാക്കാൻ വേണ്ടിയുള്ളതല്ല, ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ളതാണ്. ഏതൊരു രാജ്യത്തിന്റെയും ഒരു ചുമതലയാണ് അത്തരം സർവീസുകൾ നടത്തുക എന്നുള്ളത്. അതിലെ ലാഭനഷ്ടം നമ്മൾ നോക്കാറില്ല. ഇവ സ്വകാര്യവൽക്കരിച്ചാൽ ബോണക്കാട് പോലെയുള്ള 100 കണക്കിന് ഉൾനാടൻ ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടു പോകും. യാത്രാക്കൂലിയും കറണ്ട് ചാർജും ഒക്കെ സാധാരണക്കാരന് താങ്ങാൻ കഴിയാത്ത രീതിയിൽ ഉയർന്നു പോകും. ലാഭമുണ്ടാക്കാനുള്ള മറ്റനേകം പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ടല്ലോ. നഷ്ടക്കണക്ക് അവതരിപ്പിക്കുമ്പോൾ അവയെക്കാളൊക്കെ മുഖ്യമായ സ്ഥാനം ഈ ജനസേവന മേഖലകളുടെ കണക്കുകൾക്ക് കിട്ടിയത് എങ്ങനെയാണ്? അവിടെയാണ് ഹിഡൻ അജണ്ടകളെ നാം തിരിച്ചറിയേണ്ടത്. നമുക്ക് വികസനവും വേണം, ധനകാര്യ അച്ചടക്കവും വേണം, സംശയമൊന്നുമില്ല. അതോടൊപ്പം ബോണക്കാട്ടേക്ക് ഓടുന്നത് പോലെ വിവിധ ഉൾനാടുകളിലേക്ക് KSRTC ബസ്സും വേണം, നമ്മുടെ സ്വന്തം ആനവണ്ടി. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.